ഞാൻ അനന്തു ബജാമാരെ. അപ്പം ഇന്ന് ന്യൂ ഇയർ ആണ്, നമ്മൾ ന്യൂ ഇയർ അടിച്ചു പൊളിക്കാൻ പോവാണ്. ആ വീഡിയോസ് ആണ് നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ആ വീഡിയോസിലോട്ട് പോകാം. എല്ലാം പോകാല്ലേ ഗൈസ്? ന്യൂ ഇയറിന്റെ വീഡിയോസ് മാത്രമല്ല കേട്ടോ, ഞാൻ പറയാൻ വിട്ടുപോയി, വെഡിങ് ആനിവേഴ്സറി വീഡിയോ കൂടിയാണ്. അല്ലെങ്കിൽ അച്ഛൻ്റെ അമ്മയുടെയും 28th വെഡിങ് ആനിവേഴ്സറി ആണ് ഇന്ന്. അപ്പം ആ വീഡിയോസും കൂടിയാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. സോ ലെറ്റ്സ് റോക്ക് ആൻഡ് ലെറ്റ്സ് വാച്ച്. ഗൈസ്, അപ്പച്ചി വന്നു. അപ്പച്ചിയുടെ മകൻ ബാലുച്ചമ്മയുടെ മകൾ അല്ലു, നമ്മൾ ചേച്ചി അപ്പച്ചിയുടെ മകൾ. ഇത് ബാലുച്ചമ്മയുടെ വലിയൊരു മോൻ, വലിയൊരു ഭാര്യ. അപ്പച്ചി ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ഒത്തിരി പേര് അപ്പച്ചിയെ കുറിച്ച് ചോദിച്ചു നമ്മൾ വീഡിയോസിൽ. അപ്പച്ചി വന്ന ശേഷം ഈ അപ്പച്ചിയുടെ ഒരു സ്പെഷ്യൽ കുക്കിംഗ് വീഡിയോ ഇവിടെ വരുന്നതായിരിക്കും. നമ്മൾ ചേച്ചി എന്താണ് പ്രേക്ഷകർക്ക് പറയാനുള്ളത്? എന്തെങ്കിലും പറയൂ. അടിപൊളിയാണ്. എല്ലാരും കാണണം. എന്റെ മാമന്റെ വീഡിയോ ഒക്കെ നല്ല, പാചകമൊക്കെ നല്ല അടിപൊളിയാണ്. പഴയ കാലത്തുള്ളതാണ് മാമ ഇടുന്നത്. ആ ടേസ്റ്റിലുള്ളതാണ്. കാണണം. എല്ലാവരും പ്രോത്സാഹിപ്പിക്കണം. എല്ലാവർക്കും പ്രഷർക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഇവിടെ ഫാമിലിയുടെ വക എല്ലാവർക്കും മേരി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ഇതാണ് ബോസ്. നമ്മുടെ തോത്തയുടെയും ഭാര്യയുടെയും ഒരേ അച്ഛനാണ്. ഇത് വന്നിട്ട് വലിയ വേണം. എൻ്റെ വല്യച്ഛൻ്റെ വൈഫാണ്. എൻ്റെ വല്യച്ഛൻ്റെ ഇത് വല്യച്ഛൻ്റെ ഒരേ ഒരു മോൾ. ഇത് വല്യച്ഛൻ്റെ മരുമകളാണ്. എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. കാണിക്കാൻ പോകുന്നത് ഞങ്ങളുടെ മൂത്ത ചേട്ടനാണ്. വല്യച്ഛൻ്റെ മൂത്ത മകനാണ്. അതായത് ഏറ്റവും മൂത്ത വല്യച്ഛൻ്റെ മൂത്ത മകൻ. ചേട്ടൻ്റെ വൈഫാണ്. കണ്ട വലിയ പ്രായം തോന്നിരിക്കുന്ന എൻ്റെ വയസ്സുണ്ട്. ചേട്ടൻ്റെ അനിയൻ്റെ വൈഫാണ്. ഭഗവതി ചേച്ചി എന്നാണ് പേര്. അല്ല, ഭഗവതി എന്നാണ് പേര്. ഞങ്ങൾ ഭഗവതി ചേച്ചി എന്ന് വിളിക്കും. ഇത് എൻ്റെ മാമൻ്റെ വൈഫാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ട്. നമ്മളൊരു പായസം വീട്ടിൽ ഫുഡ് കഴിക്കുന്ന ആള്. അതുകൊണ്ടിരിക്കുന്നത് എൻ്റെ കുഞ്ഞമ്മയാണ്. വലിയൊരു കുഞ്ഞമ്മ ഉള്ളൂ. അമ്മയുടെ സ്വന്തം അനിയത്തി. ഇതിൻ്റെ വല്യച്ഛനാണ്. അമ്മയുടെ കസിനാണ്. വല്യച്ഛൻ്റെ മകനാണ്. ഹലോ. ഹലോ. ഇത് വല്യ എല്ലാവർക്കും അറിയാമല്ലോ. ഇപ്പൊ ഇവിടെ ഓൾമോസ്റ്റ് എല്ലാ വീഡിയോസിലൂടെ ഉണ്ട്. ഇത് ആയിന് സ്വന്തമായിട്ട് ചെറിയൊരു ഗെയിം ചാനലൊക്കെ ഉണ്ട്. എന്താണ് ചാനലിന്റെ പേര്? ഗൈസ് അതിന് പറയാൻ വയ്ക്കുന്ന നാടാണ്. ഇതാണ് പാല. നമ്മൾ ഊണിയിലെ 40 കോടിയാണ്. ഇത് തീർന്ന കണ്ട പഠിക്കുന്ന നല്ല പൊക്കമുണ്ട്. ഇതാണ് അദ്ദേഹം. കഴിഞ്ഞ ദിവസം കട്ടൊക്കെ കഴിച്ചിട്ട് അടിപൊളിയെന്നൊക്കെ പറഞ്ഞത്. അദ്ദേഹം വീഡിയോ വെച്ചിട്ട് വരാറില്ല. ഗൈസ് ഇതാണ് അച്ഛൻ്റെ 2 പ്രിയ സുഹൃത്തുക്കൾ. ഈ തമ്പികളുടെ കോളത്തൊരു ഹോട്ടലുണ്ട്, ബീച്ച് ആൻഡ് ലേക്ക്. ഇത് അച്ഛൻ സുഹൃത്താണ്. രവിയങ്ങൾ എന്നാണ് പേര്. അങ്കിള് കണ്ണൂർ എയർപോർട്ടിൻ്റെ ലൈസൻസ് ഓഫീസറാണ്. പിന്നെ RBIയിലെ ഒരു സീനിയർ ഓഫീസറായിരുന്നു.
ഇപ്പോഴത്തെ കറക്റ്റ് ഫേസ് ഓൾ ദ ബെസ്റ്റ്. രണ്ടുപേരോട് നിൽക്കേ അമ്മയുടെ മാസ്ക് ഒന്ന് കാണും കിട്ടിയ ഓ ഗൈസ് ഇത് അച്ഛൻ്റെ അച്ഛൻ്റെ മരുമകളാണ് ഒരു ചേച്ചി എന്നുള്ള പേര്. ഇത് സുന്ദര ചേച്ചി. അപ്പച്ചുണ്ട്, അപ്പച്ചി ഭാഗത്തേക്കാണ്. അപ്പച്ചുണ്ട് അച്ഛൻ്റെ കസിനാണ് ജയലക്ഷ്മി എന്നുള്ള പേര്. മറ്റൊരു സ്പെഷ്യൽ ഗസ്റ്റാണ് നമ്മുടെ ശ്രീകുമാരങ്ങൾ. എല്ലാവർക്കും അറിയാം, നമ്മുടെ മേയറായിരുന്ന ശ്രീകുമാരങ്ങളൊക്കെ. മാറ്റണ്ട ഫോട്ടോ ഇടേട്ടാ. ഇത് അമ്മയുടെ കസിനാണ്, ഞങ്ങളുടെ മാമനാണ്. മാമൻ്റെ വൈഫാണ് തന്നെ. ഇതൊക്കെ ചാനലിൽ വരും. ഇതെല്ലാം വല്യച്ഛൻ്റെ മോനാണ്. ഷാഹി ചേട്ടനാണ്, എന്നെക്കാട്ടി മൂത്താണ്. പക്ഷെ പ്രായം തോന്നിക്കില്ല, ഇപ്പോഴും യങ്ങായിട്ടിരിക്കുകയാണ്. ചോക്ലേറ്റ് ബോയ് ഈ ചേട്ടൻ്റെ വൈഫാണ്. ക്രൈസ്റ്റ് സ്കൂളിലെ ടീച്ചറാണ്. എനിക്ക് എല്ലാവരെയും ഒന്ന് കേട്ട് കേട്ടിട്ടാണ്. ഇത് അച്ഛന്റെ കസിനാണ്, ഞങ്ങളുടെ അപ്പച്ചിയാണ്. താരപ്പച്ചി എന്നാണ് പേര്. ഈ താരപ്പച്ചിയുടെ മോള് ഇത് അമ്മമ്മ പോസ്റ്റായിട്ട് നിൽക്കുകയാണ്. ഇത് നേരത്തെ ഞാൻ കാണിച്ച താരപ്പച്ചിയുടെ ഹസ്ബൻഡാണ്, ഒരേ ഒരു ഹസ്ബൻഡ്. ഞങ്ങളുടെ മാമനാണ്. എല്ലാരും വന്നാ ന്യൂ ഇയറിനെ കുറിച്ച് പറയാനുള്ളത് എല്ലാവർക്കും 2021 വളരെ നല്ലൊരു വർഷമാവട്ടെ. എല്ലാവർക്കും അനന്തൂനും ഫാമിലിക്കും പ്രേക്ഷകർക്കും മൊത്തത്തിൽ എല്ലാവർക്കും നല്ലൊരു വർഷമാവട്ടെ. എല്ലാവരുടെ വിഷമക്കളൊക്കെ പറഞ്ഞിട്ട് എന്താണ് പറയുക, എല്ലാവർക്കും സന്തോഷം നിറഞ്ഞ ഒരു ന്യൂ ഇയർ.
ന്യൂ ഇയറിനെ കുറിച്ച് എല്ലാവർക്കും നല്ലതായിട്ട് വരട്ടെ, ചേച്ചി എല്ലാവർക്കും സന്തോഷമാവട്ടെ. അടിപൊളിയായിരുന്നു, തോന്നുന്നു ഭയങ്കര സന്തോഷം. രീതിയിലുള്ള പരീക്ഷണം പറയാനുണ്ടോ? ന്യൂ ഇയറിനെ കുറിച്ച് ഹാപ്പി ന്യൂ ഇയർ. അത്രേ ഉള്ളൂ. ന്യൂ ഇയറിനെ കുറിച്ച് എനിക്കൊന്നുമില്ല. ഈ 2021 എല്ലാവർക്കും സന്തോഷമുള്ളൊരു വർഷമായിരിക്കും. സങ്കടങ്ങളൊന്നും വേണ്ട, കൊറോണ പോണമെന്നോ നിൽക്കണമെന്നോ അത് വേണ്ട വേണ്ട, ഓട്ടിച്ചൂടെ. ഇന്ത്യക്ക് കൊറോണ കാലം ന്യൂ ഇയറിനെ കുറിച്ച് എന്താണ്? നല്ല വർഷമായിരിക്കട്ടെ, എല്ലാവർക്കും സന്തോഷമുള്ള എന്താണ് പറയുന്നത് ന്യൂ ഇയറിനെ കുറിച്ച്? ന്യൂ ഇയറിനെ കുറിച്ച് കൊറോണയൊക്കെ മാറി പുതിയൊരു നല്ല വർഷം എല്ലാവർക്കും ഒന്ന് ഫ്രീ ആയിട്ട്, ഇപ്പോൾ മാസ്ക് കൊണ്ടല്ലേ എല്ലാവരും നടക്കണം, അതൊക്കെ ഒന്ന് മാറി സന്തോഷമായിട്ട് എല്ലാവരും ഹാപ്പി ആയിട്ട് പുതിയ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെ എല്ലാവർക്കും സഫലമാവുന്ന ഒരു വർഷമാണ്. ന്യൂ ഇയറിനെ കുറിച്ച് ഇത് അച്ഛൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായ ഷാബോന്റെ വൈഫാണ്. ഇപ്രാവശ്യത്തെ കേക്കിന്റെ പേര് ടോപ്പിംഗ് എന്തായിരുന്നു? വൈറ്റ് ചോക്ലേറ്റ്. അടിപൊളി കേക്ക്. ഞാൻ പറഞ്ഞാണ് വൈറ്റ് ചോക്ലേറ്റ് ഇട്ടത്. അമ്മൂമ്മയെ പോലെ ക്യാമറ റോളിംഗ് ആണേ. വീഡിയോ ലെങ്ത് ആയി പോരാ മതിയല്ല. ഇല്ല, നമ്മളെല്ലാവരും ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞു അഭിപ്രായം പറഞ്ഞു. കുട്ടികളുടെ എന്തെങ്കിലും പറയാനുണ്ടോ? എല്ലാവരും പറഞ്ഞു. കുട്ടികളുടെ എന്തെങ്കിലും പറയാൻ ന്യൂ ഇയർ അടുത്ത ഇതേപോലെ ഇനി ആഘോഷിക്കണമെന്ന് എൻ്റെ അഭിപ്രായം. അടുത്ത ന്യൂ ഇയർ ന്യൂ ഇയറിനെ കുറിച്ച് ഹലോ അല്ല ന്യൂ ഇയറിന് എന്താണ് പറയുന്നത്? ഒരു ഹാപ്പി ആയിട്ടുള്ള ന്യൂ ഇയർ ആവട്ടെ. ന്യൂ ഇയർ ആയിട്ട് എന്താണ് പറയാനുള്ളത്? ഇങ്ങനെ വേറായിട്ട് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ഈ കൊറോണ ഒന്ന് മാറി കിട്ടിയാൽ മതി. വല്യമ്മയ്ക്ക് ന്യൂ ഇയർ ആയിട്ട് എന്താണ് പറയാനുള്ളത്? സന്തോഷം മകളെ. ഞാൻ എന്ത് പറയട്ടെ, ഇവിടെ വന്നപ്പോൾ ഭയങ്കര ഹാപ്പിയാ അല്ലേ? അങ്ങനെയല്ലേ കാര്യം? നമുക്ക് എന്താണ് പറയാനുള്ളത്? പ്രത്യേകിച്ചൊന്നുമില്ല. എന്താണ് പറയാനുള്ളത്? ഒന്നും പറയാനില്ല. ഇത് ശുഭാന്റി അമ്മയുടെ കസിനാണ്. ശുഭാന്റി ന്യൂ ഇയർ ആയിട്ട് എന്താണ് പറയാനുള്ളത്? ന്യൂ ഇയർ എല്ലാവർക്കും ഹാപ്പി വിഷസ്. അമ്മയ്ക്ക് എന്തെങ്കിലും ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ചേച്ചി ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ന്യൂ ഇയർ ആയിട്ട് എന്താ പറയാനുണ്ട്? ഹാപ്പി ന്യൂ ഇയർ. നമുക്കിത് കഴിക്കാനുള്ള ദോശ മസാല ദോശ ഇനിയും കൊണ്ട് വയ്ക്കും. സാമ്പാർ, ചട്നി, ചപ്പാത്തി. ഇതെന്താ സംഭവം? ഇത് ചിക്കൻ കുറുമ. ചിക്കൻ കുറുമ. ഇത് പൊറോട്ട. ഇതെന്താ സംഭവം? ബീഫ്. പലതരം മുട്ടകൾ. ഇത് കാന്താരി ചിക്കൻ, ഇടിയപ്പം, മട്ടനാണിത്. ഇത് കപ്പ. കപ്പ ആർക്കും അറിഞ്ഞിടുന്നതിനെ പിന്നെ പറയുന്നത് ഫുഡ് വാങ്ങിക്കുന്ന ഉണ്ണിക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് എടുക്കുകയാണ്. പുട്ടും ചിക്കനാണ് എടുക്കുന്നത്.
ഞാൻ കഴിക്കണേ. ഇത് കണ്ട് പേടിക്കണ്ട, ഞാൻ വീണ്ടും എടുക്കുന്നതായിരിക്കും. ഇത് ലൈറ്റായിട്ട് എടുക്കുക. കാന്താരി ചിക്കനാണ് കുറച്ചുകൂടി. ഇപ്പൊ ഇത്ര എടുക്കുന്നു. രണ്ടാമത്തത് ഇതാണ് വിജയ ആൻറ്റി, അമ്മയുടെ കൊച്ചിൻ്റെ മകളാണ്. ഇതാണ് രാജേഷ് അങ്കിള്, വിജയ ആൻറ്റിയുടെ ഹസ്ബൻഡാണ്. അതായത് അമ്മയുടെ കൊച്ചിൻ്റെ മരുമകനാണ്. ചേച്ചി എന്താണ് ചിന്ത സ്റ്റേഷൻ നമ്മളിപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നത്? ഐസ്ക്രീം, 5ാമത്തെ ഐസ്ക്രീമാണ് തിന്നുന്നത്. ഉണ്ണി തളർന്നിരിക്കുകയാണ്. ഗൈസ് 5ാമതും രാജേന്റെ ഐസ്ക്രീം കഴിക്കുകയാണ് ഗൈസ്. മച്ചാമാരെ മുന്നേ ഉണ്ടാക്കിയതാണ്. കുഞ്ഞമ്മേടെ പേര് മായ രാജീവ്. ഞാൻ കഴിക്കാൻ എന്റെ സ്വന്തം സ്റ്റൈലിൽ. ഹലോ, നല്ല ടേസ്റ്റ് ഉണ്ടെന്നോ? ഞാൻ മേക്കപ്പ്
ഗൈസ് നേരത്തെ ഞാൻ കാണിച്ചു രാജേന്റെ വീണ്ടും ഐസ്ക്രീം എടുത്തിരിക്കുകയാണ് ഗൈസ്. വീണ്ടും ഐസ്ക്രീം. ഇത് 9ാമത്തെ ഐസ്ക്രീമാണ് ഗൈസ്. എന്താണ് പറയാനുള്ളത്? എന്താണ് ഈ വർഷത്തെ കുറിച്ച് പറയാനുള്ളത്? അടുത്ത വർഷത്തെ കുറിച്ച് അങ്ങനെയൊന്നും ചോദിച്ചു പേടിപ്പിക്കില്ലേ? എന്തായാലും നല്ല വർഷമല്ലേ? ഇത് ശ്രീകുമാരേട്ടൻ പുള്ളിക്കാരൻ ലാൻഡ്സ്കേപ്പ് വലിയൊരു സ്ഥാപനമുണ്ട്. അതിന്റെ പേരെന്താണെന്ന് പറഞ്ഞു. ലാൻഡ്സ്കേപ്പ് ഡിസൈനറാ. ലാൻഡ്സ്കേപ്പ് പെർഫെക്റ്റ് ലാൻഡ്സ്കേപ്പ്. വർഷത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? അടുത്ത വർഷത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? അടുത്ത വർഷം നല്ലൊരു വർഷമായിരിക്കും 2021. കൊറോണയെ കുറിച്ച് കൊറോണയൊക്കെ മാറും, വാക്സിനൊക്കെ വന്ന് നമ്മൾ എല്ലാവരും ഫ്രീ ആവും, നമുക്കൊരു നല്ലൊരു ജീവിതം കിട്ടുമെന്ന് ഉറപ്പായിട്ട് ദൈവം തരും. മാത്രമല്ല അവരുടെ അടുത്ത് നിന്ന് പോളിസി എടുക്കുക. അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? നല്ല കാര്യം പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.